ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ്. ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കാം. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്? ഒരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാർഡ് നോക്കുകയാണ്. നമുക്ക് ഫസ്റ്റ് കാർഡ് 7 ഓഫ് സോർഡ്സ് ആണ്, റിവേഴ്സ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർഡിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്ന എന്തോ ഒരു സീക്രറ്റ്സ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും ഒക്കെ അവർ ആ ഒരു കാര്യം മറച്ചു പിടിച്ചിരിക്കുകയാണ്. ആ ഒരു കാര്യം, ആ ഒരു സീക്രറ്റ്സ് നിങ്ങളോട് പറയും അവർ. കാരണം അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നാളുകൾക്ക് ശേഷം അവർ ആ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും നാൾ അവരത് മറച്ചു പിടിച്ചതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം അവരുടെ ഹൃദയത്തിൽ ക്യാരി ചെയ്ത്, അവരുടെ മനസ്സിനുള്ളിൽ ക്യാരി ചെയ്ത് അവർ ശരിക്കും അവർക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇനിയും നിങ്ങളോട് ആ ഒരു രഹസ്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടായി, അവരുടെ ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെ ഒരു വിഷമമുണ്ട്. അത്രയും സീക്രട്ട് ആയിട്ടുള്ള ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. നിങ്ങളോട് നിങ്ങളുടെ പേഴ്സൺ പറയും എന്നുള്ള ഒരു കാര്യമാണ് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ഈ ഒരു കാർഡിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യം ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. സെക്കൻഡ് കാർഡ് നമുക്ക് വരുന്നത് 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഈ കാർഡ് തന്നെ ഒരു വിഷ് കാർഡാണ്. വിഷ് കാർഡ് എന്ന് പറഞ്ഞാൽ യുവർ വിഷസ് വിൽ ബി ഫുൾഫിൽഡ്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു കാർഡാണിത്. ഈ കാർഡ് നമുക്ക് റീഡിങ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷനിലാണെങ്കിൽ ഒരു റീസ്റ്റാർട്ട്, റീയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കും. അല്ല, നിങ്ങൾ ഇനി ഒരു കരിയർ സംബന്ധമായ ഒരു ജോബ് അങ്ങനെയൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കും. ഇനി ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാനോ ഒക്കെ ആഗ്രഹിക്കുന്ന എന്താഗ്രഹങ്ങളായിക്കോട്ടെ, ആ ആഗ്രഹങ്ങളെല്ലാം നടക്കും എന്നുള്ള ഒരു കാർഡാണ് ഈ കാർഡ്. അപ്പോൾ വിഷമങ്ങളൊക്കെ നിങ്ങൾക്ക്, പല വിഷമങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം, പല സ്ട്രഗിൾസിലൂടെ ആയിരിക്കാം നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നു. ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക്, സിമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്കത് കാണിച്ചു തരും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന കാർഡ് 8 ഓഫ് സോർഡ്സ് ആണ്. 8 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു, ശരിക്കും ഈ കാർഡ് എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും ഒരു വിക്ടിം അല്ല, അതായത് ഒരു ഇരയല്ല, പക്ഷെ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഇവര് കുറേ നെഗറ്റീവ് തോട്ട്സുകളെല്ലാം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു ട്രാപ്പിൽ പെട്ടു എന്ന് സ്വയം ചിന്തിക്കുകയാണ്. കണ്ണ് കെട്ടിയ തുണി ഒന്ന് അഴിച്ചു മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ ട്രാപ്പിൽ പെട്ടിരിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാനും ആ കയ്യിൽ കെട്ടഴിച്ച് അവിടെ നിന്ന് സുഖമായിട്ട് രക്ഷപ്പെടാനും പറ്റും. എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നിങ്ങൾ സ്വയം വിചാരിച്ചിരിക്കുകയാണ് ഞാനൊരു ട്രാപ്പിൽ പെട്ടിരിക്കുകയായിരുന്നു. ആ ഒരു ട്രാപ്പ് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വളരെയധികം നെഗറ്റീവ് തോട്ട്സിലൂടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രാപ്പാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. ഇതൊരു എന്തിനെ കുറിച്ചാണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് കൂടി ഓവർ തിങ്ക് ചെയ്യുന്നത്, ആ ഒരു കാര്യം ഒഴിവാക്കാനാണ് ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ഗൈഡൻസ് വരുന്നത്.
അപ്പൊ ആ ഒരു കണ്ണ് കെട്ടിയ തുണി ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു കാർഡ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് വരുമ്പോൾ നിങ്ങളിപ്പോ പെട്ടിരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഏത് വിഷമം പിടിച്ച കാര്യങ്ങളിലായാലും യൂണിവേഴ്സ് ഒരു ഏഞ്ചലിനെ ഒരു ഏഞ്ചലിനെ, ഒരു മാലാഖയെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ വ്യക്തി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഉള്ളിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഫാമിലിയുടെ പുറത്തു നിന്നുള്ള ആളോ ആകാം. പക്ഷെ അതൊരു നല്ല മച്യൂർഡ് ആയിട്ടുള്ള നല്ല പക്വതയുള്ള ഒരു ലേഡിയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി. അപ്പോൾ നിങ്ങളെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരു 7 ഡേയ്സിനുള്ളിൽ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഹെൽപ്പ് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരാനായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ദ ഹൈ പ്രിസ്റ്റസ് കാർഡാണ് പിന്നെ നമുക്ക് കിട്ടുന്നത്. ഇത് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷന് പുറകെ പോകുക എന്നുള്ള ഒരു യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഡ്രീംസ് ചേസ് ചെയ്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ആ ഒരു ഡ്രീം എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ സക്സസിൽ എത്തുന്ന ഒരു സമയമാണിത്. അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നതിന്റെ സയൻസ് ആൻഡ് സിമ്പിൾസ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കാണിച്ചു തരും. ചിലപ്പോൾ ഒരു ബട്ടർഫ്ലൈ സയൻസ് ആയിട്ടോ അല്ലെങ്കിൽ 1111 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നൊരു ഹെൽപ്പായിട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉറപ്പിക്കാം, നിങ്ങളുടെ ഡ്രീംസ് സക്സസ് ആകുന്ന ഒരു സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള പണികൾ തുടങ്ങാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതാണ് ഈ ഒരു കാർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. നെക്സ്റ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത് 5 ഓഫ് സോർഡ്സ് ആണ്. 5 ഓഫ് സോർഡ്സ് പറയുമ്പോൾ നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു വിക്ടറി നിങ്ങൾക്ക് കിട്ടും. എന്താണെങ്കിലും പക്ഷെ അതേ തുടർന്ന് കുറച്ച് ആളുകൾ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും എന്നാണ് കാണുന്നത്. അതിപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഒരു ജോബാണ്, ഒരു റീസ്റ്റാർട്ടാണ്, എന്ത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു കാര്യം നടക്കും. പക്ഷെ ആ ഒരു കാര്യം നടക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ ഒത്തിരി ക്ലോസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകൾ നിങ്ങളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകും. ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും, ജയിക്കുക അതല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിലെത്തുക അല്ലെങ്കിൽ വിക്ടറിയിലെത്തുക എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു മനസ്സമാധാനത്തിനാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും. ഈ ഒരു വിക്ടറിക്ക് പകരമായിട്ട് കൊടുക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ സമാധാനമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ക്ലോസ് ആയിട്ടുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതും ആകാനുള്ള ഒരു ചാൻസ് ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കുമല്ല, കുറച്ച് ആളുകൾക്ക്. അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾ അത് നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വളരെയധികം ടെൻസ്ഡ് ആകേണ്ട യാതൊരു കാര്യവുമില്ല. അത് ആ ഒരു സൈഡിൽ കൂടെ നടന്നോളും. അപ്പൊ നിങ്ങളിത് തടഞ്ഞു വെക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത് ഒരു ഫ്ലോയിൽ അത് നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തായാലും സക്സസ്സിൽ എത്തണമല്ലോ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സക്സസ്സിൽ എത്തണം. ആ ഒരു സക്സസ്സിൽ എത്തുമ്പോൾ കുറച്ച് ആളുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും, നിങ്ങളോടുള്ള സ്നേഹം നഷ്ടപ്പെടും, അല്ലെങ്കിൽ നിങ്ങളോട് ജലസി തോന്നാം. അങ്ങനെ കുറച്ച് ആളുകളെ നിങ്ങൾക്ക് നഷ്ടമാകും. ആ ഒരു ആളുകളെ നഷ്ടമാകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു സമാധാനമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും. എന്താ ഞാൻ ചെയ്തതിൽ എന്താണ് മിസ്റ്റേക്ക്, അങ്ങനെയൊക്കെ നിങ്ങൾ ഒത്തിരി ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതൊക്കെ കാണാം. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇത് ഒരു നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള കാര്യം തന്നെയാണ്. അപ്പൊ ഇത് നടക്കുക തന്നെ ചെയ്യേണ്ട ആവശ്യകത ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന കാർഡ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ റിവേഴ്സ് ഹാങ്ഡ് മാൻ വരുമ്പോൾ നിങ്ങൾ ഒരു ഹർബറി ആയിട്ട് അല്ലെങ്കിൽ റഷ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അത് നിങ്ങളെ ഒരു ബാഡ് സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കും എന്നല്ലാതെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് തരില്ല. സോ ബി കെയർഫുൾ ടു മേക്ക് ഡിസിഷൻസ്. എപ്പോഴും ഒരു ഡിസിഷൻസ് എടുക്കുമ്പോൾ കുറച്ച് ഡിലേ വന്നാലും പ്രശ്നമില്ല, അത് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുപോലെ ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു സമയങ്ങളും ഈ ഒരു സമയത്തിനുള്ളിൽ, ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്ത് വരുന്ന മാറ്റങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്ലൂ കിട്ടുന്നത് 1996 എന്ന് പറയുന്ന ഒരു വർഷമാണ്. 2002 നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
അതുപോലെ തന്നെ ടുമോറോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. മോൾ ഓൺ ലെഫ്റ്റ് ചീക്ക്, ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകുള്ള വ്യക്തികൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു. 36 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 8 വിത്തിൻ 72 hours നമുക്ക് കിട്ടുന്നുണ്ട്. 23 എന്ന് പറയുന്ന നമ്പർ. വൈറ്റ് കളേഴ്സ്, വൈറ്റ് ഫെതേഴ്സ്, വൈറ്റ് കളർ ബട്ടർഫ്ലൈ ഒക്കെ ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഫോളോ ന്യൂ ട്രെൻഡ്, നിങ്ങൾ ചിലപ്പോൾ ന്യൂ ട്രെൻഡ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കാം എന്ന് വിചാരിക്കുന്നു. ജൂലൈ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 7 days, വീണ്ടും 7 days കിട്ടിയിട്ടുണ്ട്. 37 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്, ഓക്കെ, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകും. അതൊക്കെ മാറ്റത്തിന്റെ സിമ്പലാണ് യൂണിവേഴ്സ് നിങ്ങൾക്കായി തരുന്നത്. 38 എന്ന് പറയുന്ന നമ്പർ. 34 മ്യൂസിക്, വീഡിയോ ഗെയിം, ലൈഫ് ചേഞ്ച്. ഓക്കെ, അതെ, നമുക്ക് റീഡിങ്ങുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിരുന്ന ഒരു ക്ലൂ ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ്, ഓക്കെ, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. എറണാകുളം ഡിസ്ട്രിക്റ്റ്. 2002 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല. ഹിയറിംഗ് ഇഷ്യൂസ് ഉള്ള ആളുകളാകാം. 37 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ബ്ലൂ കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. നമ്പർ 33 കിട്ടുന്നുണ്ട്. ഡ്രോയിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളുകളായിരിക്കാം നിങ്ങൾ. അതുപോലെ ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 21 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കുക. അതുപോലെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.